ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ നിരയായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഇതാ നമ്മുടെ ക്രഷറിന്റെ ഭാഗത്തുള്ള കാഴ്ചകള്. ഒന്നും രണ്ടൊന്നല്ല, ഇഷ്ടം പോലെ വണ്ടികൾ. നമ്മൾ പോകുന്ന വഴിയൊക്കെ മൊത്തം വണ്ടികൾ കാണാം. ഹായ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളെ പതിവ് പോലെ തന്നെ രാവിലെ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ലോഡ് നമുക്ക് കിട്ടിയത് പുറക്കാട്ടേരി നമ്മുടെ പ്ലാന്റിലോട്ടാണ്, നമ്മുടെ റെഡി മിക്സ് പ്ലാന്റിലോട്ട്. അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. ഒപ്പം നമ്മുടെ അനീഷാടനുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി ഇതേ ഒരു കയറ്റമൊക്കെ കയറി അങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഇരുണ്ട് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ്. അതിന്റെ സെൻട്രലായിട്ട് ദൂരെ ഒരു ഓടിട്ട വീടൊക്കെ കാണാം. അടിപൊളി ഒരു കാഴ്ചയാണ്. അപ്പൊ നമ്മുടെ വണ്ടി അങ്ങനെ വലിഞ്ഞ് കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പോകുന്ന വഴിയൊക്കെ ഫുള്ള് ടിപ്പർ ലോറികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതേ ഇതുപോലത്തെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ മൊത്തം വാഴ കൃഷിയും കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം വാഴയാണ്. അതിന്റെ പിറകിലായിട്ട് ഇതേ പാറ കാണാം. മൊത്തം പാറയുള്ള ഏരിയ ആണ്. അപ്പൊ നമ്മള് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആംബുലൻസിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട്. കണ്ടോ, അപ്പൊ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല രീതിയിലുള്ള വെയിലൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പൊ നമ്മുടെ കോഴിക്കോടുള്ള റോഡൊക്കെ നോക്കിയതേ കണ്ടോ, സൈഡിലൊക്കെ മൊത്തം ചെടികളൊക്കെ ആയിട്ട് മനോഹരമായ ഒരു റോഡാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ വർക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം ചെടികളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ സ്ഥലം വരുന്നത് ഇരിങ്ങാടൻ പള്ളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിന്ന് ലെഫ്റ്റ് കയറി വേണം പോകാൻ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മഴയും മഴക്കാറൊന്നും കാണുന്നില്ല നമ്മുടെ കോഴിക്കോട് ടൗണിനടുത്തായിട്ട്. കണ്ടോ, നല്ല ഇടിവെട്ട് വെയിൽ തന്നെയാണ്. അതേപോലെ നല്ല സൂപ്പർ റോഡും. ഓ, ബൈക്കുകാരൊക്കെ കണ്ടോ. അപ്പൊ ഞങ്ങളിതാ നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് പ്രവേശിക്കുകയാണ്. ഇവിടുത്തെ വെയിൽ കണ്ടോ, നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോ നല്ല അടിപൊളി ഒരു ലൈറ്റ് തന്നെയാണ് നമ്മുടെ റോഡില്. അപ്പൊ ഇവിടെ ഹൈവേന്റെ മുകളിൽ ഇപ്പൊ ഇതാണ് അവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ വണ്ടികൾ പോകുന്നുണ്ട്. കണ്ടോ, കോഴിക്കോടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വർക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് വണ്ടികളൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ കയറി വരുന്നത്. അപ്പൊ എല്ലാവരും ഹൈവേയിലൂടെ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചു വേണം കേട്ടോ പോവുക. കാരണം റോഡൊക്കെ വർക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആരും തെറ്റിദ്ധരിച്ച് വണ്ടി എടുത്ത് പോകാൻ പാടില്ല. സ്പീഡിൽ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. വണ്ടി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഇതുപോലെ സൈഡിൽ നിന്ന് വണ്ടി കയറി വരും. ആക്സിഡന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിലൂടെ ഞങ്ങളിങ്ങനെ പോവാണേ. അപ്പൊ ഇവിടെയൊക്കെ ഏതാണ്ട് വർക്ക് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റിന്റെ വർക്കൊക്കെ അവിടെ ചെയ്യാനുണ്ട്. അതേപോലെ നേരെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ സർവീസ് റോഡിന്റെ സൈഡിലുള്ള ക്രാഷ് ബാരിയറിന്റെ വർക്കും ഇവിടെയൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓവർപാസിന്റെ മുകളിൽ 2 ക്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തോ വർക്ക് നടക്കുന്നുണ്ടേ. ഇതിന്റെ അടിയിലൊക്കെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. സെൻട്രലായിട്ട് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള നമ്മുടെ സൈൻ ബോർഡൊക്കെ ഇത് ഇങ്ങനെയാണ്. വേങ്ങേരി, കണ്ണൂര്, മുംബൈ. അപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വേങ്ങേരിക്ക് പോകാം. പക്ഷെങ്കിൽ
അപ്പൊ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇതേ നമ്മുടെ ഷിബിയാട്ടന്റെ വണ്ടി പോകുന്നുണ്ടേ, കണ്ടോ? മൊത്തം പായൊക്കെ ഇട്ട് മൂടി ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ, ഹൈവേയുടെ മുകളിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകുക. കണ്ടോ, 2 വണ്ടിക്കാർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം ട്രാക്ക് മാറിപ്പോയതാണ് കേട്ടോ വണ്ടി ഓടിക്കുമ്പോൾ. അതേപോലെ ഇതേ ഫ്രണ്ടിലായിട്ടൊരു ഗാൻഡ്രി ഒക്കെ കാണാം. മുകളിലായിട്ട് നമ്മുടെ സ്പീഡൊക്കെ കാണിക്കുന്ന സെറ്റപ്പാണ്. നമ്മുടെ റീച്ചിലുള്ള പോലെ തന്നെയാണ് സംഭവം. അതേ സംഭവം ഉണ്ടോ, യുവർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉണ്ട്. ഇപ്പൊ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടേ, കണ്ടോ? ഇപ്പൊ മൊത്തത്തില് കാർമേഘങ്ങളൊക്കെ വന്ന് ഓടിയിട്ടുണ്ട്. മൊത്തം വെളിച്ചമൊക്കെ പോയി. അപ്പൊ നമ്മുടെ റോഡ് എന്തായാലും അടിപൊളിയാണ്. അതേ സർവീസിലുള്ളൊക്കെ വണ്ടി പോന്ന് നോക്കി, അടിപൊളി. ഇപ്പൊ വയലിന്റെ നടുവിലൂടെയാണ് നമ്മുടെ ഈ റോഡ് കടന്നു പോകുന്നത്, ഹൈറ്റിലായിട്ട്. അപ്പൊ താഴെയൊക്കെ വെള്ളം കയറിയാലും, കണ്ടോ, താഴെയൊക്കെ വെള്ളം കയറിയാലും നമ്മുടെ ഹൈവേയിൽ ഒരു തുള്ളി വെള്ളം പോലും കയറില്ല. നമ്മുടെ ഹൈവേ മൊത്തത്തില് ഉയർത്തിയാണ് കേട്ടോ ഇതുവഴിയൊക്കെ കടന്നു പോകുന്നത്. പൂളാടിക്കുന്ന് ലെഫ്റ്റിലോക്ക്, അതുപോലെ തന്നെ മുംബൈയിലേക്ക് 1163 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത്. സെൻട്രൽ ഇങ്ങനെ എയറോ മാർക്ക് അതിനായിട്ട് കൊടുത്തത് കൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് റോഡ് കാണാൻ. അപ്പൊ നമ്മൾ സർവീസ് റോഡ് കയറിയിട്ടുണ്ടേ. ഇനി ഇത് ഈ ചെറിയ 100% അടിയിൽ കൂടി പോകണം. നമ്മുടെ വണ്ടി കറക്റ്റ് ആണ് ഇവിടുന്ന് ഒടിഞ്ഞു വരുമ്പോൾ. പരമാവധി കണ്ടോ സൈഡ് കൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. പോട്ടെ 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 പോട്ടെ, കണ്ടോ സൈഡ് ഇങ്ങനെ തട്ടിയില്ല എന്നും പറഞ്ഞു പോകണം. ആ സൈഡും അതേപോലെ തന്നെ ഉണ്ട്. ഒരു ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഉണ്ട് കേട്ടോ. പോവാ. അപ്പൊ നമ്മളിതാ നമ്മുടെ പുറക്കാട്ടേരി പ്ലാന്റിലോട്ട് കയറി പോകുന്നുണ്ടേ. 20. അപ്പൊ നമ്മുടെ മെറ്റീരിയൽസ് 20 ആണ്. നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് വണ്ടി ഇതേ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പ്ലാന്റിലോട്ട് ലോഡ് ചെയ്യേണ്ട JCB ഒക്കെ അതുവഴി പോകുന്നുണ്ടേ. അങ്ങനെ നമ്മള് ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ലോഡ് എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്ക് നാട്ടിലേക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പൊ നാട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കും. ദേ ഇവിടെയൊക്കെ കണ്ടോ സ്ക്രീനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ നമ്മുടെ റീച്ചിലുള്ള പോലെ തന്നെ ഇവിടെയും ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറിയവാളൊക്കെ ഇവിടെ നോർമലായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ അതേപോലെ ഇവിടെയൊക്കെ എന്തോ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. റോഡിന് അടിയിലൊക്കെ തള്ളിപ്പോയ പോലെ ഒരു ഫീലിംഗ് ഉണ്ട് ഈ വാളൊക്കെ കാണുമ്പോൾ. അപ്പൊ അതേപോലെ ഇവിടെ കണ്ടോ കോൺക്രീറ്റിന് എന്തൊക്കെയോ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. അപ്പൊ റോഡൊക്കെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളിയായിട്ടാണ് കാണുന്നത്. മനോഹരമായ റോഡാണ്, നല്ല വെയിലുണ്ടേ. അപ്പൊ താഴേക്ക് ഇതാണ് അവസ്ഥ. മൊത്തം പച്ചപ്പൊക്കെയായി ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മുടെ അടുത്ത ലോഡ് എവിടെയാണെന്ന് ഇനിയിപ്പോ ക്രഷറിൽ പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഇനിയിപ്പോ മിക്കവാറും എവിടെയായിരിക്കും അനീഷേട്ടാ? വടകര ഭാഗത്ത് എവിടെയെങ്കിലും അല്ലേ? അപ്പൊ നമ്മുടെ ക്രഷറിന്ന് വേണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറയാൻ. അപ്പൊ നമ്മൾ അടുത്ത ഒരു മെർജിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കന്യാകുമാരിക്ക് ഇവിടുന്ന് 476 കിലോമീറ്റർ ആണ്. അപ്പൊ നമുക്കിതാ ഇവിടുന്ന് ലെഫ്റ്റ് കയറി വേണം പോവാൻ. ഇതുവഴി ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഷോർട്ട് കട്ടല്ല, ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ഇതാ ഇവിടെ ഒരു സോയിൽ നെയിലിങ്ങിന്റെ ഒരു മെഷീനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ സോയിൽ നെയിലിങ് ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മള് നമ്മുടെ 6 വരി പാതയിൽ നിന്ന് മാറി നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂട്ട് കയറിയിട്ടുണ്ട്.
കോഴിക്കോട് സിറ്റി ബസ്സാണ് കേട്ടോ ആ പോകുന്നത്. മാനാഞ്ചിറക്കുള്ള വണ്ടിയാണ്. അപ്പൊ നമ്മുടെ കോഴിക്കോട് സിറ്റി റോഡിലൂടെ വെച്ച് ഇളക്കാണ്. റോഡൊക്കെ കണ്ടോ, ഇതുപോലെ ഇഷ്ടം പോലെ റോഡുണ്ട്. തലങ്ങനെയും വിലങ്ങനെയും ഉള്ളിൽ കൂടെയൊക്കെ ആയിട്ട് ഒരുപാട് റോഡ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോഴിക്കോടുള്ളവർക്ക് ഈ റോഡ് കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയണം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല, പക്ഷേ നമ്മുടെ അനീഷേട്ടൻ ഇതൊക്കെ അറിയാം. അനീഷേട്ടൻ ഒരുപാട് ഈ റോഡിന്റെ വർക്കിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എനിക്കിതൊക്കെ ഒരു പുതുമയായിട്ടാണ് തോന്നുന്നത്. ഞാനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ കണ്ടോ, റോഡിന്റെ സൈഡൊക്കെ നോക്കി മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. കച്ചറകളൊന്നും തന്നെയില്ല, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതൊക്കെ മെയിൻ്റനൻസ് ഉള്ള റോഡാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കമ്പനി തന്നെയാണ് 15 വർഷം ഈ റോഡിന് മെയിൻ്റനൻസ് ഉണ്ട്, നമ്മുടെ നാഷണൽ ഹൈവേ ഉള്ളതുപോലെ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഈ റോഡ് ഇത്രയും ക്ലിയർ ആയിട്ട് കിടക്കുന്നത്. ഒരു മുട്ടായി കടലാസ് പോലും ഈ റോഡിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം അതൊക്കെ ഡെയിലി വന്ന് ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് മാവൂറായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു. നമ്മുടെ പേപ്പറൊക്കെ ഉണ്ടാക്കുന്ന, പൾപ്പ് ചെയ്ത് മരങ്ങളൊക്കെ കൊണ്ടുവന്ന് പൾപ്പ് ചെയ്ത് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. നമ്മുടെ ബിർളയുടെ അണ്ടറിലുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഏകദേശം 3000-ഓളം വർക്കേഴ്സ് വർക്ക് ചെയ്തിരുന്നൊരു സ്ഥാപനം കൂടിയായിരുന്നു. 2021 ഇത് മൊത്തത്തിൽ അടച്ചുപൂട്ടിയതേ. ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ കണ്ടോ, കാട് പിടിച്ച് കിടക്കുന്ന ഈ കാണുന്നത്, അതേപോലെ തന്നെ ഈ സൈഡിലും കണ്ടോ കാട് പിടിച്ച് കിടക്കുന്ന ഈ ബിൽഡിംഗ് ഒക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഇതേ ഇവിടെയൊക്കെ കണ്ടോ, ഒരുപാട് 300 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരുപാട് ബിൽഡിംഗ് സമുച്ചയം. ഈ കാണുന്ന കാടൊക്കെ അതിൽ വരുന്നതാണ്. ഗ്യാളിയോർ റയോൺസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. അപ്പോൾ നമ്മുടെ ഈ പുഴയിലോട്ട് മലിനവെള്ളം, അതുപോലെ തന്നെ ഓരോ കെമിക്കലൊക്കെ ഈ കമ്പനിയിൽ നിന്ന്, ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് നാട്ടുകാരും തൊഴിലാളികളും ഒക്കെ സമരം ചെയ്ത് ഈ കമ്പനി 2001 അടച്ചു പൂട്ടിയതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് 300 ഏക്കറിലോളം പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഈ കമ്പനി. അപ്പൊ നമ്മളെന്തായാലും അതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കണം എന്ന് തോന്നി. നമ്മളെ ക്രഷറിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കകത്തോടെ സാധനങ്ങൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ലോഡർ ബാക്കി വന്ന സാധനങ്ങൾ അവിടെ തന്നെ ഇട്ടു. അപ്പൊ ഇതിന്റെ അളവിനനുസരിച്ച് മാത്രമേ കേട്ടോ ഇവിടുന്ന് കയറ്റത്തുള്ളൂ. വണ്ടി നിറച്ചൊന്നും കയറ്റില്ല, നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം. അപ്പൊ നമ്മുടെ കപ്പൽ പോലത്തെ വണ്ടി ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നേരെ നമ്മുടെ തന്നെ കമ്പനിയുടെ ഭാഗമായ സർഗാലയിലോട്ടാണ് ഇന്നത്തെ ലോഡ് പോകുന്നത്, 2ാമത്തെ ലോഡ്. അപ്പൊ അതുവഴി നേരെ നാട്ടിലോട്ടാണ് കേട്ടോ. അപ്പൊ പുറത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല നൈസൊരു മഴ ഇങ്ങനെ പെയ്തേ വരുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ ടിപ്പർ ലോറികൾ കാണാം. അപ്പൊ നമ്മുടെ മുക്കം, തോട്ടുമുക്കം, അതുപോലെ തന്നെ ചെറുവാറ, ഈ ഏരിയകളിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. ഓരോ വീട്ടിൽ ഓരോ ടിപ്പർ വെച്ചിട്ടാണ്, ആ ഒരു രീതിയിലാണ് ഇവിടെ പോകുന്നത്. അപ്പൊ ഈ മഴയൊക്കെ നോക്കിയേ, നല്ലൊരു അടിപൊളി ഒരു ആംബിയൻസ് തന്നെയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളത് പയ്യോളി എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാഷണൽ ഹൈവേ ആണ് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല തടാകം പോലെ ഇരിക്കുന്ന റോഡാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വടകരക്കാരുടെയും പയ്യോളിക്കാരുടെയൊക്കെ ഒരു ദുരിതാവസ്ഥ. കണ്ടോ, നമ്മുടെ കാസർഗോഡ് റോഡ് മാത്രമേ ശരിയായിട്ട് കണ്ടുള്ളൂ. ഇവിടെയുള്ള അവസ്ഥ ഇങ്ങനെയാണ്.
അപ്പൊ സുഹൃത്തുക്കളെ ഒന്ന് നോക്കണേ നമ്മുടെ ദുരിതം കണ്ടോ. കംപ്ലീറ്റ് കുണ്ടും കുഴിയാണ്. ഒരടി കനത്തിലുള്ള കുണ്ടൊക്കെ ഉണ്ട്. ബൈക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ഭയങ്കര ഡേഞ്ചർ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതൊക്കെ പയ്യോളിയുള്ള കാഴ്ചയാണ്. ഇതേ റോഡിന്റെ പണിയൊക്കെ കണ്ടോ, ഇങ്ങനെ നിശ്ചലമായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ പയ്യോളി നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇനിയിപ്പോ വടകര എത്തിക്കഴിഞ്ഞാൽ ഇതിലും ഭയാനകമായ അവസ്ഥയായിട്ടുള്ള കളിയാണ്. ആളുകൾക്ക് നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടായൊരു കാഴ്ചയാണ്. ഇതേ റോഡൊക്കെ നോക്കി, റോഡില്ല, മൊത്തം കുണ്ടും കുഴിയും മാത്രം. ഇതൊക്കെ ടാർ ചെയ്ത റോഡാണ്. ഇതൊക്കെ ഒരു ഫസ്റ്റിൽ ഇറന്ന പോലെ ടാർ ചെയ്ത റോഡാണ് ഈ കളി കാണുന്നത്, നമ്മുടെ സർവീസ് റോഡ്. ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പൊ നമ്മുടെ കാസർഗോഡ് ചെറിയ കുഴിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ പരമാവധി അതൊക്കെ നിവർത്തി കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള കാഴ്ച കൂടി ഇതേ ഇവിടെ കണ്ടോ, അധിക സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ലാബ് പൊട്ടി വീണിട്ടുണ്ട്. നിലവിലത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനിയിപ്പോ മുന്നിലുള്ള റോഡ് ഇതേ നോയിക്കോളെ, കണ്ടോ. ഇത് റോഡാണോ അതോ കുളമാണോ? നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. കണ്ടോ, ഒരു സൈഡ് ഈ കാണുന്ന മൊത്തം ഇതാ വെള്ളക്കെട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ ആണ്. ഇവിടേക്ക് എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടേ. മൊത്തം കോളായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഇനി ഏത് കാലം തീരുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെയൊക്കെ കണ്ടോ, നമ്മുടെ മെയിൻ ഗാരേജൊക്കെ ഇത് കാട് പിടിച്ച് കിടക്കുകയാണ്. ആ കാട് കണ്ടാൽ തന്നെ അറിയാം എത്ര കാലമായി ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ല എന്ന്. അങ്ങനെ സുഹൃത്തുക്കളെ, പയ്യോളി നിന്ന് നമ്മുടെ വണ്ടി ഒച്ചഴയും പോലെ ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് മാത്രമേ പോകുന്നുള്ളൂ. പയ്യോളിയും അതുപോലെ തന്നെ വടകരയും ഇരിങ്ങലൊക്കെ ഇപ്പൊ ഇതാണ് അവസ്ഥ. കണ്ടോ, മൊത്തം ബ്ലോക്കാണ്. ബ്ലോക്ക് ആവാനുള്ള കാരണം ഇതേ നമ്മുടെ ഫ്രണ്ടിലായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. റോഡില്ല, കംപ്ലീറ്റ്. ഈ കട്ടിങ് ഒക്കെ കണ്ടോ, ബൈക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ കണ്ടോ, നല്ല രീതിയിലുള്ള കട്ടിങ് ആണ്. അപ്പൊ ഒരു ബൈക്കൊക്കെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ തെന്നി കുഴിയിലോട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുവഴി വണ്ടി ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നത് കൊണ്ടാണ് നല്ല രീതിയിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. ഇത് കണ്ട, നമ്മുടെ കണ്ണാടി കണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ പിറകിലായിട്ട് ബ്ലോക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. കണ്ടോ, ലോറി ഇതേ ഹമ്പ് ഇപ്പൊ താഴെ പോരും കേട്ടോ. ലോറി അതേ മാതിരിയുള്ള കുഴിയാണിത്. ഈ കുഴിന്റെ ഒക്കെ ഒരു തീവ്രത കണ്ടോ, ചില്ലറ കുഴിയൊന്നും അല്ല കേട്ടോ. ഏകദേശം ഒരു അടി ഹൈറ്റ് വരുന്നുണ്ട് ഓരോ കുണ്ടിനും. നമ്മുടെ വണ്ടി തന്നെ ഓ എന്താ അമ്മ, ഇത് എന്ത് കുഴിയായത്. അപ്പൊ കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇപ്പൊ അതെ ബേക്കിലൊരു കാറ് ബമ്പർ തട്ടി അവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിതാ ഏതാണ്ട് നമ്മുടെ സൈറ്റിൽ എത്താറായിട്ടുണ്ട്. ഈ കാണുന്നതല്ല കേട്ടോ നമ്മുടെ സൈറ്റ്, ഇത് നമ്മുടെ വാഗാട് കമ്പനിയുടെ സൈറ്റാണ്. നമുക്ക് ലോഡ് കെട്ടേണ്ട സ്ഥലം നമ്മുടെ തന്നെ കമ്പനിയുടെ. ഇവിടെയുള്ള കുണ്ടൊക്കെ കണ്ടോ, ചെറിയ കുണ്ടല്ല. ചെറിയ കുണ്ടാണെങ്കിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കാം, സമാധാനിക്കാന്നിരിക്കാം. പക്ഷെങ്കിൽ ഇതൊക്കെ നല്ല വലിയ കുണ്ടുകളാണ്. കാറിന്റെ അടിയൊക്കെ തട്ടുന്ന രീതിയിലുള്ള കുഴിയാണ് ഇവിടെ. അപ്പൊ നമുക്ക് എന്തായാലും ലോഡ് തട്ടേണ്ട സ്ഥലം നമ്മുടെ കമ്പനിയുടെ തന്നെ അണ്ടറിൽ ഉള്ള സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലാണ്, ഇരിങ്ങലായിട്ട്. അപ്പൊ നമ്മൾ ഏതാണ്ട് ഇരിങ്ങൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് കയറി വേണം പോവാൻ. ഇവിടുന്ന് ലെഫ്റ്റ്. അപ്പൊ നമ്മൾ ഹൈവേയിൽ നിന്ന് ലെഫ്റ്റ് കയറി വന്നിട്ടുണ്ട്. അയ്യോ, ഗേറ്റ് അടച്ചല്ലോ. ഗേറ്റ് അടച്ചു കേട്ടോ. ഇനിയിപ്പോ ഇത് കടന്ന് വേണം നമുക്ക് പോവാൻ. ഈ ഗേറ്റിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് വരുന്നത്.
അപ്പൊ അവിടത്തേക്കുള്ള ലോഡാണ് കേട്ടോ നമ്മുടെ വണ്ടിക്കകത്ത്. ഇനിയിപ്പോ ട്രെയിനൊക്കെ പോയിട്ട് ഗേറ്റ് തുറക്കണം. അങ്ങനെ ട്രെയിന് വന്നിട്ടുണ്ട്. ഗുഡ്സ് ട്രെയിനാണ് കേട്ടോ. ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ സമാധാനം കഴിഞ്ഞു. അങ്ങനെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. ഓ എല്ലാവരും തിടുക്കത്തിൽ പോവാനുള്ള തിരക്കിലാണ്. മഴക്കാർ അത്യാവശ്യം ഉണ്ട് കേട്ടോ, പക്ഷെങ്കിൽ മഴയില്ല. വാ ഓടെ ഓടെ ഓടെ. റെയിൽവേ പാളം നോക്കിയാ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മള് നമ്മുടെ സർഗാലയിൽ എത്തിയിരിക്കുകയാണ്. ഇതാട്ടോ നമ്മുടെ കമ്പനിയുടെ തന്നെ ക്രാഫ്റ്റ് പരമായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മളിപ്പോൾ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിത് ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മൾ ലോഡൊക്കെ തട്ടി കഴിഞ്ഞു. നമ്മുടെ സർഗാലയിലുള്ള പുതിയൊരു പ്രൊജക്റ്റാണ് കേട്ടോ ഇത്. ഒരു റെസ്റ്റോറൻ്റ് ആണ്, അതായത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഇവിടെ മൊത്തം വെള്ളം വറ്റിച്ചിട്ടാണുള്ളത്. കണ്ടോ, ഇവിടെ വണ്ടൊക്കെ കെട്ടി നിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ മൊത്തം വെള്ളം നിറയ്ക്കും. അപ്പോൾ നമ്മുടെ വെള്ളത്തിലുള്ള റെസ്റ്റോറൻറ്റ്, അതിൻ്റെ വർക്കാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അടിപൊളി സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മൾ വടകര ടൗണിലായിട്ട് എത്തിയിട്ടുണ്ടേ. കണ്ടോ, നല്ല മനോഹരമായ റോഡ് ഇപ്പോൾ നമുക്ക് മുന്നിലായിട്ട് കാണാം. ഇതാണ് നമ്മുടെ വടകരക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പോൾ ഇവിടെ മുതൽ ഏകദേശം നമ്മുടെ കൈനാട്ടി വരെ, വടകരയിൽ നിന്ന് കൈനാട്ടി വരെ അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. കാരണം വേറൊന്നും അല്ലാതെ ഈ കാണുന്ന ഈ റോഡിന്റെ ഈ ഒരു ദയനീയ അവസ്ഥ കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മളേതാണ്ട് തെരുവത്തെത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. കണ്ടോ, ഈ ബസ്സുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്. ബസ്സുകാർ മാത്രമല്ല, ഓരോ വണ്ടികളൊക്കെ കുഴിയിൽ ചാടുന്നൊരു കാഴ്ച നമുക്ക് കാണാം. ബൈക്ക് ഒന്ന് പാളിപ്പോയാൽ സംഭവം മൊത്തം പോവും, കയ്യിൽ നിന്ന് പോവും. കാരണം നല്ല കുഴിയാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മുടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ വടകരയായിട്ട് എത്തിയിട്ടുണ്ട്. വടകര കഴിഞ്ഞ് ഞങ്ങളുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോവാണ്. ഇതേ കണ്ടോ, ഇനി നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഡീസൽ അടിക്കണം. എന്നിട്ട് വേണം നമുക്ക് വണ്ടി സൈഡാക്കി നേരെ വീട്ടിലോട്ട് പോവാൻ.